എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ക്യൂബ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ക്യൂബ്? 12 എഡ്ജും 6 ഫേസും 8 വെർട്ടിസസുമുള്ള ഒരു ഇതുപോലെ ഇരിക്കുന്ന ഒരു പെട്ടിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? എഡ്ജ് എന്ന് പറഞ്ഞാൽ 12 എഡ്ജ് ഉണ്ട്. എഡ്ജസ് എന്ന് പറയുമ്പോൾ 12 എഡ്ജ് ഉണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ 6 ഫേസസ് ഉണ്ട്. ഫേസസ് 6 എണ്ണം ഉണ്ട്. അതുപോലെ വെർട്ടിസസ് അഥവാ വേർട്ടെക്സ് എന്ന് പറയും. വേർട്ടെക്സ് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഇതാണ് നമ്മുടെ 6 ഫേസിൽ 3 എണ്ണം. 1 2 3 ഇതുപോലെ 3 എണ്ണം ഇനി ഇതിന്റെ ബാക്കിലുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്യൂബിനെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 5 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിന് എല്ലാ മുഖങ്ങളിലും ചായം കലർത്തിയ ശേഷം ഓരോ സെന്റിമീറ്റർ വീതം വശമുള്ള ചെറിയ ക്യൂബായി മുറിക്കുന്നു. ഓക്കെ, എന്താണ് 5 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയ ക്യൂബ്? അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു പെയിന്റിലോട്ട് എടുത്ത് മുക്കുക. അപ്പൊ അതിന്റെ എല്ലാ സൈഡിലും കളർ പറ്റിയില്ലേ? ഇനി നമ്മൾ അതിനെ തിരിച്ചെടുത്തിട്ട് ഓരോ സെന്റിമീറ്റർ വീതം വശമുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂബുകളായിട്ട് നമ്മൾ മുറിക്കുക. കേക്ക് മുറിക്കും പോലെ കുഞ്ഞു 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 ക്യൂബുകളായിട്ട് നമ്മൾ മുറിച്ച് വെച്ചു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2 മുഖങ്ങളിൽ ചായം കലർന്നവയുടെ എണ്ണം. ഈ കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് മുറിച്ചില്ലേ, അതിൽ എത്ര ക്യൂബിലാണ് 2 സൈഡിൽ മാത്രം കളർ പറ്റിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിന് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതെന്ന് പറയുന്നത് എന്താണെന്നറിയോ? x മൈനസ് 2 ഇൻറ്റു 12 ആണ് അത്. ഇതില് നമ്മൾ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ 2 സൈഡ് ഫേസിൽ മാത്രം കളർ പറ്റിയ ക്യൂബുകളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ വലിയ ക്യൂബിന്റെ വശത്തിന്റെ നീളം അഥവാ സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എക്സ് 5 ആണ്. അപ്പൊ എന്ത് കിട്ടി? 5 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു 12 എന്ന് കിട്ടിയില്ലേ? ഈ 12 എന്താണെന്ന് അറിയാമോ? ഈ 12 എന്ന് പറയുന്ന എഡ്ജസ് ആണ്. ഈ 12 എന്ന് പറയുന്നത് എഡ്ജസ് ആണ്. ഈ 12 എന്ന് പറയുന്നത് ഈ 12 എന്താണ്? എഡ്ജസ്. എന്തുകൊണ്ടെന്ന് അറിയാമോ അങ്ങനെ? ഈ ക്യൂബ് കണ്ടില്ലേ, ഇതാണ് എഡ്ജ്. ഈ ഒരു വരേനെയാണ്, ഈ വര നീണ്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എഡ്ജില് 2 ഫേസ് ഉണ്ട്. ഒരു എഡ്ജില് 2 ഫേസ് ആണ് അറ്റാച്ച് ആയി വരുന്നത്. അതുകൊണ്ടാണ് 2 ഫേസ് കളർ പറ്റിയ ക്യൂബുകളുടെ എണ്ണം ചോദിച്ചപ്പോ നമ്മൾ 12 എടുത്ത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 5 മൈനസ് 2 3 ഇൻറ്റു 12 എത്രയാണ് ഉത്തരം? 12 ഇൻറ്റു 3 36 ക്യൂബുകളാണ് 2 സൈഡ് മാത്രം കളറായിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: 3 വശങ്ങളിൽ ചായം കലർന്നവയുടെ എണ്ണം. 3 മുഖങ്ങളിൽ ചായം കലർന്നവയുടെ എണ്ണം. നമുക്ക് തിരിച്ച് ക്യൂബിലോട്ട് പോവാം. 3 മുഖം എന്നല്ലേ പറഞ്ഞത്, അതായത് 3 ഫേസസ്. നോക്കിക്കേ, ഇത് കണ്ടോ? ഈ ഒരു വൈ പോലത്തെ ഷേപ്പ് വേറെ കളർ കാണിച്ചു തരാം. ഈ റെഡ് വര വെച്ച് ഈ വൈ പോലത്തെ ഷേപ്പ് കണ്ടോ നിങ്ങള്? ഈ വൈ പോലത്തെ ഷേപ്പിനോട് ചേർന്ന് 3 ഫേസസ് അല്ലേ, അഥവാ 3 മുഖങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ഈ ഒരു കോർണറിൽ ഈ കുഞ്ഞ് ഈ 3 എഡ്ജ് മീറ്റ് ചെയ്യുന്ന ഈ കുഞ്ഞ് ഇതിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ക്യൂബിന് മൊത്തം 8 വെർട്ടെക്സ് ഇതുപോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു വെർട്ടെക്സിനോട് ചേർന്നാണ് നമുക്ക് 3 ഫേസ് അഥവാ മുഖങ്ങൾ വരുന്നത്. നമുക്കിനി തിരിച്ച് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ എന്താണ് 3 മുഖങ്ങളിൽ ചായം കലർന്നവയുടെ എണ്ണം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈസി അല്ലേ? ഒരു ക്യൂബിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? 8 വെർട്ടെക്സ്. അപ്പൊ ആൻസർ എന്തായി? 8. ഒരു ക്യൂബിന് 8 വെർട്ടെക്സ് ആണ് ഉള്ളത്. അപ്പൊ 8 വെർട്ടെക്സ്. ഇപ്പൊ എന്താണ്? 8 ക്യൂബിനായിരിക്കും 3 എന്ത് സൈഡിലും കളർ പറ്റിയത് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? അത് തെറ്റിക്കരുത്. ഒരു ക്യൂബിന് 8 വെർട്ടെക്സ്. അപ്പൊ ഒരു
വെർട്ടെക്സിൽ 3 സൈഡും വരും. അപ്പൊ എന്താണ്? 8 ക്യൂബാണ് മൊത്തം ഉള്ളത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു മുഖത്ത് മാത്രം ചായം കലർന്നവയുടെ എണ്ണം എന്താണ്? ഒരു മുഖത്ത് മാത്രം. നമുക്ക് തിരിച്ച് ക്യൂബിലോട്ട് വരാം. ഒരു മുഖത്ത് മാത്രം ചായം കലർന്നവയുടെ എണ്ണം എന്നല്ലേ അവര് പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്തായിരിക്കും? ഈ ഒരു ഫേസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഒരു ഫേസ് മാത്രമേ അവര് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് അപ്പൊ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനെന്നല്ലേ? അപ്പൊ അതിനെ x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 6. ഇതിൽ x ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്? 5 സെന്റിമീറ്റർ. ആ വലിയ ക്യൂബിന്റെ അളവ് 5 സെന്റിമീറ്റർ. ഇനി ഈ 6 എവിടെ നിന്ന് വന്നു എന്നല്ലേ? 6 എന്ന് പറയുന്നത് ക്യൂബിന്റെ ഫേസസ് ആണ്. ക്യൂബിന്റെ ഫേസസിനെയാണ് 6 ഫേസ് ഉണ്ട്. ഇവിടെ ഒരു മുഖം മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫേസ് എടുക്കും. എന്താണ്? 2 മുഖങ്ങളായിരുന്നെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? എഡ്ജ് എടുത്തേനെ. 3 മുഖങ്ങളായിരുന്നെങ്കിൽ നമ്മൾ വെർട്ടെക്സ് എടുത്തേനെ. അപ്പൊ ഒരു മുഖമാണെങ്കിൽ നമ്മൾ ഫേസ് എടുക്കും. നമുക്കിത് സോൾവ് ചെയ്യാം. എന്താണ്? 5 മൈനസ് 2 സ്ക്വയർ ഇൻറ്റു 6 എന്തായിരിക്കും? 3ന്റെ സ്ക്വയർ. 3 സ്ക്വയർ ഇൻറ്റു 6. 9 ഇൻറ്റു 6 എത്രയാണ്? 54 ക്യൂബാണ് നമുക്കുള്ളത്. ഒരു ഫേസ് മാത്രം കളറായിട്ടുള്ള 54 ക്യൂബുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം. ഇതിന് ഒരു പാർട്ട്. നമുക്കിനി അതിലേക്ക് പോവാം. ചായം കലരാത്തവരുടെ എണ്ണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്താണ്? കളർ പറ്റിയ ക്യൂബുകളാണ് അല്ലേ? നമ്മൾ കേക്ക് മുറിച്ചെടുക്കപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? കേക്കിന്റെ സൈഡിൽ നിന്ന് മുറിച്ചെടുക്കുന്ന പീസില് 3 സൈഡിലും ക്രീം കാണും. 2 അറ്റത്തും മുകളിലുമായിട്ട് ക്രീമും. പക്ഷെ നടുക്കുന്ന പീസില് എന്താണ്? ക്രീം ഒന്നും അധികം കാണാറില്ല. നടുക്കത്തെ പീസുകളിൽ, അതായത് മിഡിൽ പാർട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിൽ ക്രീം കാണാറില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ ക്യൂബുകൾ എത്ര? അതായത് കളർ ഒന്നും പറ്റാത്ത ക്യൂബുകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് എളുപ്പത്തിന് ചെയ്യാം. ഇതെന്താണ്? x മൈനസ് 2 ദ ഹോൾ ക്യൂബ്. കണ്ടോ? നമ്മൾ ഇവിടെ ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല. കാര്യം നമുക്ക് കളർ പറ്റിയതില്ല. അപ്പൊ എന്താണ്? x മൈനസ് 2 ദ ഹോൾ ക്യൂബ്. നമുക്ക് സോൾവ് ചെയ്യാം. 5 മൈനസ് 2 ദ ഹോൾ ക്യൂബ് എന്താണ്? 3ന്റെ ക്യൂബ്. എത്രയാണ്? 3 ക്യൂബ് 27. അപ്പൊ നമുക്ക് കളർ ഒന്നും പറ്റാത്ത 27 ക്യൂബാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആകെ ക്യൂബുകളുടെ എണ്ണം എത്ര? നമ്മൾ ഈ 5 സെന്റിമീറ്റർ ഉള്ള ക്യൂബിനെ കുഞ്ഞി 1 സെന്റിമീറ്ററിന്റെ ക്യൂബുകളായിട്ട് മുറിച്ചെടുത്തപ്പോ നമുക്ക് മൊത്തം എത്ര ക്യൂബ് കിട്ടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. എക്സ് ക്യൂബ്. ആ എക്സിന്റെ ക്യൂബ് ചെയ്താൽ മതി. അപ്പൊ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പൊ എന്താണ്? 5 ക്യൂബ്. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. 5 ക്യൂബ്. അപ്പൊ മൊത്തം എത്രയാ? 125 ക്യൂബുകളാണുള്ളത്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എന്താണ്? ഈ ക്യൂബിന്റെ ഐഡിയ മൊത്തം കിട്ടിയില്ലേ? അപ്പൊ ഓക്കെ. ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഏകദേശം ക്യൂബിന്റെ ഐഡിയ ഒക്കെ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ USS പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താണ്? അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.